നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എങ്ങനെയാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ സൈൻ കോസ് ടാൻ എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ, അതെല്ലാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷനാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ സർക്കിൾ വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് നമ്മൾ ഹൈപ്പർബോള വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലൊന്ന് പ്രസ് ചെയ്യാം. സോ നമുക്ക് sin h, cos h, tan h, sin inverse, cos h inverse, tan h inverse ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാണോ കണ്ടുപിടിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ cos h inverse ആണെന്നുണ്ടെങ്കിൽ cos h inverse, ഇപ്പോൾ ഒരു വാല്യൂ നമ്മൾ കൊടുത്തു cos h inverse of 2 എന്താണ് നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കാം. ഇപ്പൊ നമുക്ക് sin h ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 1 കൊടുക്കാം. sin h, ഇപ്പൊ നമുക്കൊരു sin h പൈ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ sin h പൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ വാല്യൂ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.